ഹായ് ഗൈസ്, വെൽക്കം ടു ഷങ്സ് ഇൻഫോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ നമ്മുടെ വെഹിക്കിൾസിൻ്റെ കീ ഉണ്ടല്ലോ, റിമോട്ട് കീ ഉണ്ടല്ലോ, അതിൻ്റെ നമുക്ക് ബാറ്ററി എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതിൻ്റെയാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ടൊയോട്ട ഫോർച്യൂണറിൻ്റെ കീ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 2-3 പ്രാവശ്യമായി നമ്മുടെ ബാറ്ററി ലോ എന്ന് പറഞ്ഞ സിമ്പിൾ വരുന്നു. നമ്മുടെ മറ്റേ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ അത് കാണിക്കും. എല്ലാ വെഹിക്കിൾസിനും കാണിക്കണമെന്നില്ല, ചില വെഹിക്കിൾസിന് മാത്രം കാണിക്കും. ഓക്കെ, അപ്പോൾ ഫോർച്യൂണർ അതിൻ്റെ സപ്പോർട്ടുള്ള കാരണം ഡിസ്പ്ലേ വരുന്നു. ചേഞ്ച് കീ ബാറ്ററി ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ മാറണമെന്ന് നോക്കാം. നമ്മൾ ആദ്യം ഇതിൻ്റെ ബാറ്ററിയുടെ ഇത് റിമൂവ് ചെയ്യണം. ഓക്കെ, ഇതിൻ്റെ ബാറ്ററിയുടെ കീ ഉണ്ട്. ഓക്കെ, കീ ഇവിടെ റൈറ്റിലേക്ക് ആരോ ഉണ്ട്, റൈറ്റിലേക്ക് ആരോ പ്രസ് ചെയ്യണമെങ്കിൽ ഈ കീ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഈ കീ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടെസ്റ്ററോ അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രോണിക്സ് സ്ക്രൂ ഡ്രൈവറോ, ഇലക്ട്രോണിക് കമ്പോണൻസ് ഒക്കെ റിപ്പയർ ചെയ്യണ സ്ക്രൂ ഡ്രൈവറോ, ഒരു ഫ്ലാറ്റ് ഹെഡ് ടൈപ്പ് സ്ക്രൂ ഡ്രൈവർ വേണം. എന്നിട്ട് ഇവിടെ ഒരു ഹോളുണ്ട്, ആ ഹോളിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. ഇതേപോലെ തന്നെ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ട്വിസ്റ്റ് ചെയ്താൽ മതി. റൈറ്റിലേക്ക് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്പണായി. ഓക്കെ, ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് റൈറ്റിലേക്ക് ട്വിസ്റ്റ് ചെയ്താൽ മതി. റൈറ്റിലേക്ക് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓപ്പണായി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്രയേ ഉള്ളൂ, ഇത്ര സിമ്പിളാണ് നമുക്കിത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ അതിൻ്റെ ഷെല്ല് പതുക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ട്രാൻസ്മിറ്റർ ഒക്കെ കാണാൻ പറ്റും. ഇതാണ് നമുക്ക് ബാറ്ററി വരുന്ന പാനസോണിക്കിൻ്റെ CR2032 3 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് വരുന്നത്. പിന്നെ അകത്ത് പ്ലസ് അപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, പ്ലസ് സിമ്പിളുണ്ട് ഇവിടെ. പോസിറ്റീവ് സൈഡ് നമുക്ക് ടോപ്പിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ട്വിസ്റ്റ് ചെയ്യണമെങ്കിൽ ട്വിസ്റ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് ഈ ബാറ്ററി റിമൂവ് ചെയ്ത് കിട്ടും. ഓക്കെ, ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ബാറ്ററി റിമൂവ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററി വരുന്നത്. നമ്മൾ ബാറ്ററി റിമൂവ് ചെയ്തു. കണ്ടോ, പാനസോണിക്കിൻ്റെ CR2032 3 വോൾട്ട്. ഈ സെയിം ബാറ്ററി നമുക്ക് ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് ഷോപ്പ്സ്, ഇലക്ട്രോണിക് കമ്പോണൻസ്, അതായത് റെസിസ്റ്റർ, കപ്പാസിറ്റർ ഒക്കെ വിൽക്കുന്ന ഷോപ്പിൽ നിന്ന് നമുക്ക് ഈ സെയിം ബാറ്ററി തന്നെ മേടിക്കാൻ കിട്ടും. നിങ്ങൾക്ക് CR2032 എന്ന് പറഞ്ഞാൽ മതി. ഇനി അഥവാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഫോട്ടോ എടുത്ത് നിങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് സംഭവം കിട്ടും. എന്നിട്ട് നമുക്ക് തിരിച്ച് ഇനിയിപ്പോൾ റീപ്ലേസ്മെൻറ്റ് ബാറ്ററി ഇടാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാറ്ററി വന്നിട്ടുണ്ട്. ഇതാണ് CR2032ൻ്റെ പാനസോണിക്കിൻ്റെ 3 വോൾട്ടിൻ്റെ ബാറ്ററി. ഓക്കെ, CR2032ൻ്റെ 3 വോൾട്ടിൻ്റെ ബാറ്ററി അത്രയേ ഉള്ളൂ. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് ആയിരിക്കും. ഇതിൻ്റെ പ്രൈസ് ഏകദേശം വരുന്നത് നമുക്ക് 60 റുപ്പീസാണ്. ഓക്കെ, 60 റുപ്പീസ് നമുക്ക് ഈ ബാറ്ററി കിട്ടും. സെയിം ബാറ്ററി നമുക്ക് ഇനിയിപ്പോൾ റിമൂവ് ചെയ്തിട്ട് ബാറ്ററി റീപ്ലേസ് ചെയ്യാം. അപ്പം നമ്മുടെ പുതിയ ബാറ്ററി, ഓക്കെ, പുതിയ ബാറ്ററി നമുക്ക് പഴയ പോലെ തന്നെ സെയിം ലൊക്കേഷൻ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ 3 വോൾട്ട് പ്ലസ് അപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 3 വോൾട്ടിൻ്റെ പ്ലസ് സൈഡ്, ഓക്കെ, പ്ലസ് എന്ന് എഴുതിയിട്ടുണ്ട്. പ്ലസ് സൈഡ് നമുക്ക് ടോപ്പിലേക്കാണ് വരിക. ജസ്റ്റ് ഇവിടെ വച്ചിട്ട് പ്രസ് ചെയ്താൽ മതി. പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് സീറ്റിങ്ങിലാവും. ഈ സൈഡിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്തിട്ടാൽ മതി. ഓക്കെ, കറക്റ്റ് സീറ്റിംഗ് ആയി. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ ട്രാൻസ്മിറ്ററിൻ്റെ ഡിവൈസ് ഒന്നും തുറക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ബാറ്ററി മാത്രം റിമൂവ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ബാക്കിലെ കവറ്, ഓക്കെ, കവർ എടുത്തിട്ട് നമ്മൾ ആ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ട് ജസ്റ്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ, ക്ലോസ് ചെയ്തു. ഇനി നമ്മുടെ മറ്റേ കീ, മെക്കാനിക്കൽ കീ നമുക്ക് ഇതിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഈ ഏരിയയാണ്, ഈ ഏരിയയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. കഴിഞ്ഞു. നമ്മൾ ഇത്രയേ ഉള്ളൂ പ്രൊസീജിയർ. വളരെ സിമ്പിളാണ്. നമുക്ക് വെറും 60 റുപ്പീസേ ആയിട്ടുള്ളൂ ഫോർച്യൂണറിൻ്റെ ബാറ്ററിയുടെ ചേഞ്ച് ചെയ്യാൻ. ഇതിനു വേണ്ടി നിങ്ങൾക്ക് ഷോറൂമിലോ ഒരു മെക്കാനിക്കൽ ഷോപ്പിലോ ആക്സറീസ് ഷോപ്പിലോ, ഇതിനു വേണ്ടി നിങ്ങൾക്ക് ടൊയോട്ട ഷോറൂമിലോ അതേപോലെ കാർ ആക്സറി ഷോപ്പിലോ ഇവിടെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ വീട്ടിലിരുന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നേ ഉള്ളൂ. ആകെ ഒരു പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ബാറ്ററി നമുക്ക് കറക്റ്റായിട്ട് മേടിക്കണം. ഓക്കെ, 2032 എന്ന് പറഞ്ഞാൽ 3 വോൾട്ടിൻ്റെ തന്നെ ബാറ്ററി മേടിക്കണം. അത്രയേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തവണ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോന് ലൈക്ക് അടിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.